ബോധം തന്നെയല്ലേ പ്രാർത്ഥന. അല്ലെങ്കിൽ നമ്മൾ ബോധമില്ലാത്തൊരു ചൈതന്യമാണെങ്കിൽ അവിടെ പോയി ആരെയും പ്രാർത്ഥിക്കൂ? കാരണം അവരാ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് ഉറപ്പുണ്ട് ദൈവം കേൾക്കുന്നുണ്ടെന്ന്. ഇപ്രകാരം നാം ബോധമാണ് ഈശ്വരീയമായ ശക്തി എന്ന് മനസ്സിലാക്കിയാൽ ആ വിഗ്രഹത്തെ വിഗ്രഹമാക്കി നിർത്തുന്നതും ബോധശക്തിയാണ്, എന്നെ ഞാനാക്കി നിർത്തുന്നതും ബോധശക്തിയാണ്. കാരണം ബോധത്തിലൂടെ മാത്രമേ എനിക്ക് പറയാനും പറ്റുള്ളൂ, ബോധത്തിലൂടെ മാത്രമേ ദൈവത്തിനെ കേൾക്കാനും പറ്റുള്ളൂ. രണ്ടു കൂട്ടർക്കും ബോധം വേണം. അപ്പൊ ബോധമാണ് ദൈവീകമായ ശക്തി. ആ ശക്തിയെ ഇവിടെ വെച്ച് നിരന്തര പരിശീലനത്തിലൂടെ എനിക്ക് വികസിപ്പിക്കാൻ, ശക്തിപ്പെടുത്താൻ, ഏകാഗ്രമാക്കാൻ സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണ്. എനിക്ക് മുക്തനാവാൻ പറ്റും. അപ്പം നാം ഓരോരുത്തരും ഇതങ്ങോട്ട് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ അർപ്പണത്തോടു കൂടിയിട്ട് നാം നമ്മുടെ സാധനാനുഷ്ഠാനങ്ങളിൽ അങ്ങനെ മുഴുകി തീരുകയാണെങ്കിൽ എവിടെയാണ് ദുഃഖം? നമ്മുടെ ഉപനിഷത്തിൽ പറയും, ആർക്കാണ് പിന്നെ ദുഃഖം? യസ്മിൻ സർവാണി ഭൂതാനി, ആരാണോ ഈ സർവഭൂതങ്ങളിലും ഈ പരമാത്മശക്തിയെ കാണുക, തത്രക്കോ മോഹക ശോക, ആർക്കാണ് പിന്നെ ശോകമുള്ളത്? കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നു, നിങ്ങളുടെ ബോധത്തെ നിങ്ങൾ നല്ല ചിന്തയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു. അതോടുകൂടി നിങ്ങളുടെ മാനസികമായ ദൗർബല്യങ്ങൾ ക്രമേണ ഇല്ലാതെ. അപ്പോൾ മനസ്സിൻ്റെ ശക്തി കൂടുന്നു, മനസ്സിൻ്റെ സന്തോഷം കൂടുന്നു. ശക്തിയുള്ള മനസ്സിലെ സന്തോഷമുള്ളൂ, ശക്തിയുള്ള മനസ്സിലെ യഥാർത്ഥ സുഖമുള്ളൂ. അശാന്തസ്യ കുതസുഖം 1000 തവണ ഞാൻ ആവർത്തിക്കുന്നുണ്ട്, ഗീതയിലെ 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു. അപ്പം അതുകൊണ്ട് ഈ ശക്തി, ബോധശക്തി നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അതിൽ സംശയമില്ല. ഇപ്പോൾ ബോധശക്തി ഉണർന്നാൽ ദുഃഖ നിവൃത്തി നേടി, സുഖവ്യാപ്തി കൂടി, ജീവിത വിജയത്തിനുള്ള ഏകാഗ്രത കൂടി. അപ്പം അങ്ങനെ പല നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും നേടിത്തരാൻ സാധനാനുഷ്ഠാനം കൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധന ചെയ്തുകൂടാ? നിരന്തരമായൊരു പ്രയാണം, അതിൻ്റെ ഒരു തീവ്രത കൂട്ടിയാൽ നമുക്ക് വിചാരിച്ചതിലപ്പുറം എളുപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പലരും സാധന ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയോ വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് ഉന്നതി കൈവരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതാണ് ഹിന്ദുമതത്തിൽ ധാരാളം ആളുകൾ യോഗ ചെയ്യുന്നുണ്ട്, ധാരാളം ആളുകൾ പ്രാണായാമം, പ്രണവമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒരു ഉയർച്ച കാണുന്നില്ല. അപ്പം ആ ഉയർച്ചയുടെ തീവ്രത എങ്ങനെ കൂട്ടാം?